നമസ്കാരം. ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? ഇന്ന് തുലാമാസത്തിലെ ആയില്യമാണ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് സജിയണൻ്റെ ജന്മനക്ഷത്രമാണ്, പിറന്ന ദിവസമാണ് കേട്ടോ, ഡേറ്റല്ല. അപ്പം പ്ലാൻ ചെയ്തത് എന്താണ്, മണ്ണാറശാല ആയില്യവും സജിയണൻ്റെ നക്ഷത്രവും ജനിച്ച ദിവസം എല്ലാം ഒന്നായതുകൊണ്ട് നമ്മളവിടെ ക്ഷേത്രത്തിൽ മണ്ണാറശാല ആയില്യം തൊഴാൻ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കണ്ണനും കൂടെ എറണാകുളത്ത് നിന്ന് വെളുപ്പിന് 4 മണിക്ക് എറണാകുളത്ത് നിന്ന് ഹരിപ്പാടേക്ക് തിരിച്ചു. അവർ സിന്ധുവും സജീവനും മാമിയും കൂടെ അവർ കാറിന് ഹരിപ്പാടേക്ക് വരും. ഞങ്ങൾ എത്തുന്ന സമയത്തിന് അവർ അവിടെ എത്തും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഏകദേശം എത്താറ്. അമ്പലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ ട്രെയിനിൻ്റെ പുറത്തേക്ക് നിന്ന് ആ സീനറി, ആ രാവിലത്തെ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സീറ്റിൽ നിന്ന് എണീറ്റ് പോയി അത് വീഡിയോ എടുക്കാൻ അമ്മാതിരി നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ കോട്ടയം വഴി പോകുമ്പോൾ ഇത്ര വലിയ ബ്യൂട്ടി കാണാറില്ല. ആലപ്പുഴ വഴി പോകുമ്പോഴാണ് ആ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഈ രാവിലെ സമയമായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത, വൈബ് ഒന്ന് വേറെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യഥാവിധി നമ്മുടെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാനും കണ്ണനും ഒക്കെ ആ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. കൃത്യം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് മുമ്പ് അവരെത്തി. ഞങ്ങളെ റിസീവ് ചെയ്യാൻ വേണ്ടി മാമിയും സിന്ധുവും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെ അണ്ണനെ കാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ 10 മിനിറ്റ് കാറിട്ടതിനേ 20 രൂപ മേടിച്ചിരിക്കുന്നത്. 10 മിനിറ്റാണ് ഞങ്ങൾ വരാനായിട്ട് വൈകിയത്. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ കുട്ടിക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. ബർത്ത്ഡേ അല്ല, നക്ഷത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങൾ എത്തി. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് പുതുതായിട്ട് വരുന്നവർ പറ്റിക്കപ്പെടും. കാരണം പേ ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ നമ്മൾ വരുന്ന വഴിക്ക് കാണാം. അതിനകത്ത് പോയി പാർക്ക് ചെയ്യരുത്. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഓൺ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഫീ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അവിടെ ആൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ എന്താ പറയുന്നത്, അവരുടെ കടയിൽ നിന്ന് തന്നെ ഈ അമ്പലത്തിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കണേ എന്നൊക്കെ നമ്മളോട് ഉപദേശിക്കുക കേട്ടോ. എല്ലാം പ്രൊമോഷനാണല്ലോ. അതേ പുള്ളിയുടെ കടയിൽ നിന്ന് തന്നെ അമ്പലത്തിൻ്റെ നടക്കിൽ വെക്കാനുള്ള ഈ പുറ്റ്, ഈ നമ്മുടെ ആൾരൂപം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി, അങ്ങനെ തിരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പുള്ളിയുടെ കടയിൽ നിന്ന് തന്നെ മേടിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഉത്സവത്തിന് എന്തായാലും ഉണ്ടാകുന്നത് പോലെ നിറയെ സാധനങ്ങളാണ്. ഞങ്ങളിത് ഫസ്റ്റ് ടൈമൊന്നും അല്ല കേട്ടോ വരുന്നത്. കണ്ണൻ ഉണ്ടായത് തന്നെ നമ്മുടെ വിശ്വാസം ഈ അവിടുത്തെ ഒരു ഇതാണല്ലോ, ഉരുളി കമഴ്ത്തുക എന്നുള്ളൊരു നേർച്ചയുണ്ട്. അങ്ങനെ ഒക്കെ നേർന്നിട്ട് കണ്ണൻ ഉണ്ടായെന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ആണ് കേട്ടോ സംഭവം. അപ്പം വിശ്വാസമില്ലാത്തവർ അതൊന്നും വിശ്വസിക്കില്ല. ഈവൻ കണ്ണൻ പോലും അതൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് അവൻ വിളിച്ചാൽ എപ്പോഴും വരും. അതാണ്. ഇന്ന് ലീവ് എടുത്തിട്ടാണ് ആശാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് കടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നേരത്തെ പോയതിനൊക്കെ കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പോലീസിനെ നന്നായിട്ട് വിന്യസിച്ചിട്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ. അന്ന് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ടൈമൊക്കെ പോയി ഞെക്കി ഞെരുങ്ങിയൊക്കെയാണ് പോയത്. പക്ഷേ ഇത്തവണ അതിനൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ വളരെ നല്ല അറേഞ്ച്മെൻറ്റായിരുന്നു. ഇടിയും ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ഇടിയും പിടിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. നേരത്തെ തന്നെ അവിടെ എത്തി. അതിൻ്റെ ഫ്രണ്ടേജ് ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഓലയും കൊണ്ടാണ് കേട്ടോ. ഓലയുടെ ഇലയും വെച്ചിട്ട്, ഓലക്കാലെന്നാന്ന് തോന്നുന്നു നമ്മളവിടെ പറയണത്. അതും വെച്ചിട്ടാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാമോ? ഒരു ബാച്ചുകാരെ കടത്തി വിട്ടിട്ട് പിന്നെ അവർ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത ബാച്ചുകാരെ കയറ്റി വിടും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേന് തന്നെ ഓരോ ബാച്ചുകാരെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കും തുറന്നു തന്നു. നമ്മളും അത് തന്നെ കയറി കേട്ടോ. നല്ല എൻട്രൻസിൽ ആ പച്ച കളറും ഓലയുടെ ആ ഒരു ക്രാഫ്റ്റ് വർക്ക് വളരെ സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലെന്ന്. പക്ഷേ തൊഴുന്ന ഭാഗത്ത് ആരും വീഡിയോ എടുക്കത്തില്ല. എങ്കിലും കയറുമ്പം വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചില്ല. അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുന്നതിനൊക്കെ അനുവദിച്ച് കേട്ടോ. നമ്മൾ തൊഴുത്തിട്ട് ഗ്യാപ്പിനൊക്കെ കിട്ടുമ്പോൾ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഞാൻ ഈ സത്യത്തിൽ പറഞ്ഞ് വലിയ വീഡിയോ ഒന്നും ഇടാറില്ല. പക്ഷേ ഇതെന്തോ മനസ്സിന് തോന്നി, അപ്പം തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇടാമെന്നല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. നിറയെ ലെഫ്റ്റ് സൈഡുകൾ മൊത്തം വലിയ മരങ്ങളാട്ടോ. സർപ്പദൈവങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മരം തന്നെ പറയാം. എന്തോരം വലുതാണ്. കാടിന് ഉള്ളിൽ നടുക്കൊരു ക്ഷേത്രം എന്ന് പറഞ്ഞതുപോലെയാണ്.
ഉള്ളത്. പോയിട്ടുണ്ടാവും, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ആ മരങ്ങളുടെയൊക്കെ എൻ്റെ അമ്മ എന്തോരം വലുതാണെന്നറിയാമോ. അതിന് നീളം തന്നെ അങ്ങ് അമ്മാതിരിയാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ഈ സൈഡിലൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് ആരെങ്കിലും വല്ലതും പറയുമെന്ന്. പക്ഷെ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ തന്നെ ബർത്ത്ഡേക്ക് സച്ചിയേട്ടന് എന്തോ പുള്ളിയുടെ നക്ഷത്രം ആയില്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണെന്ന രീതിയിലായിരുന്നു. മുമ്പും അങ്ങനെയായിരുന്നു. ആയില്യത്തിന് നമ്മൾ ആയില്യ പൂജ, ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും ആയില്യ പൂജ കൃത്യമായിട്ട് നടത്തുമായിരുന്നു ആയില്യത്തിൻ്റെ അന്ന്. എന്ന് പറഞ്ഞതുപോലെ ആയില്യക്കാരൻ ആയതുകൊണ്ട് ഉള്ള ക്ഷേത്രത്തിൽ എപ്പോഴും പോകുന്നത് ഒരു ടെൻഡൻസിയാണ് നമുക്കും, സർപ്പദോഷങ്ങളൊക്കെ മാറട്ടെ എന്ന് വെച്ച്. പക്ഷെ ആരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് രാവിലെ ഇപ്പം അവിടുന്ന് പ്രസാദം ഉണ്ണിയപ്പവും നമ്മൾ പായസവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു കവർ പൊട്ടിച്ച് നമ്മളെല്ലാം കണ്ണന് വിശക്കുന്നേന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. നമ്മളെല്ലാം അപ്പം തന്നെ കഴിച്ചു. പിന്നെ അവിടെ ആണെങ്കിൽ നമ്മൾ ഈ എന്താണ് ഭാരതി എന്നാണോ, സേവാഭാരതിൻ്റെ ആൾക്കാർ മറ്റേ ഈ വെള്ളം വെച്ചിട്ടുണ്ട്, ചുക്ക് കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രീ ആയിട്ട് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ നീളം ഞങ്ങൾ അളത്തത് എന്തോരം പൊക്കമാണ്, അമ്മാതിരിയാണ്. അത് തന്നെ കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാവാണ്. സേവാഭാരതി. കുടി വെള്ളവും ഉണ്ടായിരുന്നു, ഈ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെയിൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് നമ്മൾ ഭദ്രകാളി ക്ഷേത്രം കുറച്ച് നടക്കുമ്പോൾ ഇങ്ങനെ 2-3 പോർഷനായിട്ടാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുതു. അതും കഴിഞ്ഞിട്ട് നല്ലൊരു റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, അത്രയുണ്ട് അതിൻ്റെ സ്പേസ്. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ പോകുന്ന വഴി മൊത്തവും സാധനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഞാനത് സ്പീഡിലെടുത്തിട്ടിരിക്കുകയാണ്. എൻ്റെ അമ്മാതിരി സാധനങ്ങളാണ്. അത്യാവശ്യം വിലയൊക്കെ അവർ ചോദിക്കുന്നുവെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാർക്കിങ്ങിൽ വന്നിട്ട് നമ്മൾ കാറിലൊക്കെ കയറി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. ഞങ്ങൾ ഇനി തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ ഇനി പോരാനായിട്ടാണ് തീരുമാനം. ഞാനും കണ്ണനും. അവരങ്ങ് നേരെ കൊല്ലത്തേക്കും. വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കാൻ ദിവസം ആയതുകൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹൈവേയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കയറി. അവിടെ ലിസ്റ്റൊക്കെ വളരെ കാര്യമായിട്ടുണ്ട്. മറ്റേ ദോശയും പനീർ സ്റ്റഫ്ഡ് ദോശയും അതും ഇതുമൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ എറണാകുളത്തെ എനിക്ക് ആ ബൃന്ദാവൻ ഹോട്ടലിൻ്റെ ടേസ്റ്റൊന്നും അവിടെ നിന്ന് കിട്ടില്ല. പക്ഷേ മോശം ഫുഡൊന്നുമല്ല, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലുള്ളൊരു ഫുഡിൻ്റെ രീതിയാണ്. വയറൊന്നും അപ്സെറ്റൊന്നും ആവത്തില്ല. പിന്നെ ഓവറായിട്ട് നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. സിന്ധുവിൻ്റെ മസാല ദോശ ആദ്യം വന്നു. ഞാനും സജീവനും കണ്ണനും പനീർ സ്റ്റഫ്ഡ് ദോശയാണ് കഴിച്ചത്. മാമി നെയ്യ് റോസ്റ്റാണ് കഴിച്ചത്. നല്ല ഭക്ഷണമായിരുന്നു. എന്ന് വെച്ചാൽ ഈ നെയ്യിൻ്റെ കുത്തലും അങ്ങനെങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് കാറിൽ കയറ്റി ഞങ്ങളെ അവർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ആക്കി. അങ്ങനെ ഞങ്ങൾ 2 പേരും എറണാകുളത്തേക്ക് യാത്രയായി. അപ്പോൾ ഓക്കേ.